ഇന്ന് ഉള്ളൊഴുക്കൽ മൂവി കണ്ടു. മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി മാഡമാണെങ്കിലും പാർവതി രൂപത്താണെങ്കിലും. ഉർവശി മാഡം ഒരു നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ ആളാണ്. പാർവതി രൂപത്ത് ഒരു മെത്തേഡിക് ആക്ടിങ് ആണ്. ഇത് മലയാളം സിനിമയിലെ ലാൻഡ് മാർക്ക് സിനിമയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഇമോഷണൽ ഫാമിലി ഫിലിമാണ്. ഇങ്ങനെ ഫിലിം കണ്ടു കുറേ നാളായി. അതായത് കിരീടം, ഭരതം, തനിയാവർത്തനം അല്ലെങ്കിൽ വാത്സല്യം, ആ റേഞ്ചിൽ വരുന്ന മൂവിയാണ്. ഒരു ഇമോഷണൽ ഫിലിമാണ്. ഇത് മലയാളം സിനിമയുടെ ലാൻഡ് മാർക്കിൽ അറിയപ്പെടുന്ന ഫിലിമായിരിക്കും. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി മാഡം ആണെങ്കിലും പാർവതി ആണെങ്കിലും. ഇതിൽ എടുത്തു പറയേണ്ട ആൾ ഇന്ന് ഡയറക്ടർ ക്രിസ്റ്റോ ടോമിയാണ്. നമ്മളെപ്പോഴും സിനിമയിലാകുമ്പോൾ നടന്മാരും നടിമാരെ പറയുമ്പോൾ പക്ഷേ എന്താ മെയിൻ ആൾ ക്രിസ്റ്റോ ടോമിയാണ്. പുള്ളി ഭാവിയിൽ ഒരു ലോഹിതദാസോ ബ്ലസ്സിലാവാൻ കഴിവുള്ള ആളാണ്. ഫസ്റ്റ് ഹാഫ് റിവ്യൂ പാടില്ലാന്ന കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ പാർവതി ഒരു നെഗറ്റീവായിട്ട് തോന്നും, നെഗറ്റീവ് കഥാപാത്രമായി തോന്നും. പക്ഷേ പടം മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ പാർവതിക്ക് പാർവതിയായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് പാർവതിയുടെ കഥാപാത്രത്തിന്. അപ്പോൾ ഫിലിം പകുതി മുഴുവൻ കണ്ടിട്ട് മുഴുവൻ കാണുക, എന്നാലേ ഫുൾ ഐഡിയ കിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് മാത്രം കണ്ട് ജഡ്ജ് ചെയ്തത്. ഇതുകൊണ്ടാവും ഫസ്റ്റ് ഹാഫ് റിവ്യൂ പാടില്ല പറയണം. എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു മൂവി കാണാൻ പറ്റി. സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമയും ഞാൻ കാണുന്നതാണ്. രണ്ടാമത് ഒരു പടം കാണാൻ തോന്നാറില്ല. റിപ്പീറ്റ് വാല്യൂ ഇല്ല. 80s 90s പടത്തെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഈ ഉള്ളവർക്ക് പറഞ്ഞാൽ ഈ മൂവിക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. എത്ര കണ്ടാലും മടുക്കില്ല. എന്തായാലും എല്ലാവരും പോയി കാണണം. ഇത് റെയർ ഫിലിംസാണ്. ഇങ്ങനത്തെ ഫിലിമുകൾ ഉണ്ടാവില്ല, അധികം ഉണ്ടാവില്ല. വളരെ ഒരു നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഫിലിമാണ്. വളരെ വയലൻസ് ഒന്നുമില്ല. ചില ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട്, അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. അല്ല പാർവതിയുടെ ഹസ്ബൻഡെ അഭിനയിക്കുന്നത്, അയാൾ വന്നിട്ടുണ്ടായില്ല, അയാളുടെ പേര് കറിയില്ല, അയാൾ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ത്രൂ ഔട്ട് സെൻറ്റർ ചെയ്യുന്നത് പാർവതിയുടെ കഥാപാത്രമാണ്. ഉർവശിയുടെ ഉണ്ട്, അല്ല പാർവതിയാണ് ഒരു ഗൈഡിങ് ഫാക്ടറാണ്. രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട്. മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവാർഡ് കൊടുക്കാൻ രണ്ടുപേരും കൊടുക്കണം. പാർവതി മാഡത്തിനും കൊടുക്കണം, ഉർവശി മാഡത്തിനും കൊടുക്കണം. രണ്ടുപേരും മത്സരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത്. രണ്ട് ജനറേഷനിലുള്ളവരാണ്. പണ്ട് ലാലേട്ടനും മമ്മൂക്കയൊക്കെയാണ് ഇങ്ങനത്തെ പടം ചെയ്യുന്നത്. ഇപ്പോൾ അവരങ്ങനത്തെ പടം ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ കിരീടം, വാത്സല്യം, ഭരതം, തനിയാവർത്തനം, അങ്ങനത്തെ ലോഹിതദാസിലെ പല പടങ്ങളും നമ്മൾ വളരെ സെൻറ്റിമെൻ്റൽ ഫിലിംസാണ്. അങ്ങനത്തെ ഫിലിം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ മലയാളം സിനിമയിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു ലാൻഡ് മാർക്ക് ഫിലിമാണ് ഉള്ളൊഴുക്ക്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും നല്ല അഭിപ്രായം. സെലിബ്രിറ്റി ഷോ ആണെങ്കിൽ എല്ലായിടത്തും നല്ല അഭിപ്രായമാണ്. ക്രിസ്റ്റോ ടോമിയെ ഓർക്കുക, നല്ല ഡയറക്ടറാണ്. ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ 3 പേര് പറയാം. ഒന്ന് ക്രിസ്റ്റോ ടോമി ഡയറക്ടർ, പിന്നെ പാർവതി രൂപത്ത്, പിന്നെ ഉർവശി മാഡം. റെയർ ഫിലിംസാണ് ഇങ്ങനത്തെ. എല്ലാവരും പോയി കാണുക. മലയാളം സിനിമയിൽ ഒരു ലാൻഡ് മാർക്ക് മൂവിയായിരിക്കും. എന്നും ഓർമ്മിക്കപ്പെടുന്ന മൂവിയായിരിക്കും ഉള്ളൊഴുക്ക്.